നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കും. ഓഗസ്റ്റ് 12-നാകും സമ്മേളനം അവസാനിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ദില്ലിയിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണി സന്ദേശം ലഭിച്ചു. പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശം ലഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള CPM രാജ്യസഭാ അംഗങ്ങളായ വി ശിവദാസൻ, A റഹീം എന്നിവർക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് ആണ് ഭീഷണി മുഴക്കിയത്. ഖലിസ്ഥാന് അനുകൂലമായി പ്രവർത്തിച്ചില്ലെങ്കിൽ MP-മാർ വീട്ടിലിരിക്കേണ്ടി വരുമെന്നും സന്ദേശത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് GOK പട്വാൻ സിംപന്നു സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് സന്ദേശം ലഭിച്ചത്. സന്ദേശം ലഭിച്ച ഉടൻ തന്നെ MP-മാർ ദില്ലി പോലീസിന് വിവരം കൈമാറി. ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി MP-മാരുടെ മൊഴി രേഖപ്പെടുത്തി. പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് ഒരു സംഘം ആളുകൾ പുകയാക്രമണം നടത്തിയിരുന്നു. പിന്നാലെ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല കഴിഞ്ഞ മെയ്യിൽ CISF ഏറ്റെടുത്തിരുന്നു. പുതിയ ഭീഷണി സന്ദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം കേരളത്തിന് നിർണായകമായ കോഫി പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ്, റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങി 6 ബില്ലുകളാകും ഇന്ന് സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിന്റെ ബഡ്ജറ്റും അവതരിപ്പിക്കും. 1934-ലെ എയർക്രാഫ്റ്റ് ആക്ടിന് പകരം ഭാരതീയ വായുദാൻ വിധേയക്, സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള നിയമത്തിന് പകരമായി ബോയിലേഴ്സ് ബിൽ എന്നിവയും അവതരിപ്പിക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ ബഡ്ജറ്റാണ് നാളെ അവതരിപ്പിക്കുക. തുടർച്ചയായി 7ാമത്തെ ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരളവും ഏറെ പ്രതീക്ഷയിലാണ്. വിനോദസഞ്ചാര, പൈതൃക വിനോദസഞ്ചാര മേഖലകളിൽ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. നാഗപട്ടണം വല്യപള്ളി മുതൽ തൃശൂർ ലൂർദ് മാതാ പള്ളി വരെ നീളുന്ന ടൂറിസം സർക്യൂട്ടിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. വേളാങ്കണ്ണി, ഡിണ്ടിഗൽ, മംഗളാദേവി, മലയാറ്റൂർ പള്ളി, അൽഫോൺസാമ കബറിടം, കാലടി, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുന്ന സർക്യൂട്ടാണിത്. അമർ പദ്ധതിയുടെ ഗുരുവായൂർ അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും തീർത്ഥാടന നഗരങ്ങളിലും പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ പദ്ധതികൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.